ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരെ അടുത്തിടെ സമാപിച്ച പരമ്പരയിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. ഇംഗ്ലണ്ട് സീരീസിനിടെ പരിക്കേറ്റ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ ഋഷഭ് പന്ത് തിരിച്ചെത്തിയതാണ് പ്രധാന മാറ്റം. പക്ഷേ പ്രമുഖ താരങ്ങളുടെ അസാന്നിധ്യമാണ് ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത്. പരിക്കും പിന്നീട് ഫോം ഔട്ടുമൊക്കെ കാരണം ഏറെ നാൾ പുറത്തിരുന്ന് പിന്നീട് ആഭ്യന്തര മത്സരങ്ങളിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച പേസർ മുഹമ്മദ് ഷമിയും കരുൺ നായരുമൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിനി വിരമിക്കണം. ദീർഘസ്പെല്ലുകൾ എറിയാനുള്ള കായികക്ഷമത ഷമിക്കില്ലെന്നായിരുന്നു ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിൻ്റെ കണ്ടെത്തൽ. രഞ്ജി ട്രോഫിയിൽ പ്രകടനം കൊണ്ടാണ് ഷമി അതിന് ആദ്യം മറുപടി നൽകിയത്. 3 മത്സരങ്ങളിലായി 93 ഓവറുകളാണ് ഷമി ഇതുവരെ എറിഞ്ഞത്. ആദ്യ 2 മത്സരത്തിൽ തന്നെ 15 വിക്കറ്റുകളും നേടി. ഫോമും ഫിറ്റ്നസും എവിടെയും പോയിട്ടില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം. 2ാം മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഞാൻ ഫിറ്റാണോ അല്ലയോ എന്ന് ആരാധകർ തീരുമാനിക്കട്ടെ എന്ന് ഷമി പറഞ്ഞു. സെലക്ഷൻ പാനലിനെ ഫിറ്റ്നസ് വിവരങ്ങൾ അറിയിക്കേണ്ടത് തൻ്റെ ജോലിയല്ലെന്നും തുറന്നടിച്ചു ഷമി. ഇതുറപ്പായും അഗാർക്കറിനെയും BCCIയെയും ചൊടിപ്പിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബലമോ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനുമൊപ്പം ആകാശ് ദീപിനെ പരിഗണിച്ചെങ്കിലും ഷമിയുടെ സ്ഥാനം പുറത്തു തന്നെയാണ്. കരുൺ നായരാണ് അവഗണനയുടെ മറ്റൊരു ഇര. വിദർഭയെ ചാമ്പ്യന്മാരാക്കിയ കഴിഞ്ഞ സീസണിൽ ഫൈനലിലെ സെഞ്ചുറി അടക്കം 9 മത്സരങ്ങളിൽ നിന്ന് 863 റൺസാണ് കരുൺ അന്ന് അടിച്ചുകൂട്ടിയത്. പിന്നീട് കൗണ്ടി കളിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി. അവിടെ ഇരട്ട സെഞ്ചുറി അടിച്ചു. തിരിച്ചു വന്ന് വിജയ് ഹസാരെ കളിച്ചു. തുടർച്ചയായി 4 സെഞ്ചുറികൾ. വലിയ ഇടവേളയ്ക്കൊടുവിൽ IPLലേക്ക്. ജസ്പ്രീത് ബുംറ അടക്കമുള്ള താരങ്ങൾക്കെതിരായ കരുണിൻ്റെ ക്ലാസ് ഷോട്ടുകൾ ഒരു മുന്നറിയിപ്പായിരുന്നു. ആരാധകരും മുൻതാരങ്ങളും ഒരുപോലെ ആവശ്യപ്പെട്ടതോടെ BCCIക്ക് കരുണിനെ ടീമിലെടുക്കേണ്ടി വന്നു. എന്നാൽ ദേശീയ കുപ്പായത്തിലെ 2ാം വരവ് കരുണിന് മുതലാക്കാനായില്ല. ഇംഗ്ലണ്ട് പരമ്പരയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 205 റൺസ് മാത്രമാണ് നേടാനായത്. എടുത്തു പറയാനുണ്ടായിരുന്നത് ഓവലിലെ അവസാന ടെസ്റ്റിലെ ഒരേയൊരു അർദ്ധ സെഞ്ചുറി മാത്രം. ഒഴിവാക്കാൻ കാരണം തിരഞ്ഞു നടക്കുന്നവർക്ക് അത് ധാരാളമായിരുന്നു. അതോടെ അതിനുശേഷം നടന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ പരിഗണിച്ചില്ല. ഇനി വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലും പുറത്തു തന്നെയാണ്. എന്തിന് A ടീമിൽ പോലും അവസരം കൊടുത്തില്ല. അപ്പോഴും ഡൊമസ്റ്റിക്കിൽ മാരക ഫോം തുടരുകയാണ് കരുൺ. കർണാടകയ്ക്ക് വേണ്ടി സീസണിൽ ഇതുവരെ 3 മത്സരങ്ങളിൽ നിന്ന് ഒരു ഡബിൾ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കിയിട്ടുണ്ട് കരുൺ. രഞ്ജിക്ക് മുന്നേ നടന്ന സന്നാഹത്തിലും സെഞ്ചുറി അടിച്ചു. കരുൺ കിട്ടിയ അവസരം മുതലാക്കിയില്ല എന്നായിരുന്നു അഗാർക്കറിൻ്റെ ന്യായീകരണം. എന്നാൽ ഒരൊറ്റ പരമ്പര കൊണ്ട് തന്നെ വിലയിരുത്തരുതെന്ന് കരുൺ മറുപടി പറഞ്ഞു. കഴിഞ്ഞു. ഇനി ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചാലും കരുൺ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട. തീർന്നില്ല. മുഖ്യ സെലക്ടറോട് അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച താരങ്ങൾ ഇനിയുമേറെയുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ സീനിയർ താരം അജിങ്ക്യ രഹാനെയ്ക്കും അഗാർക്കറിനെതിരെ പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പ്രായത്തെക്കുറിച്ചല്ല, ഉദ്ദേശവും ലക്ഷ്യവുമാണ് പ്രധാനം. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്നെപ്പോലെയുള്ളവർക്ക് തിരിച്ചുവരവിനുള്ള അവസരങ്ങൾ ലഭിക്കണം. ബോർഡർ ഗവസ്കർ പരമ്പരയിൽ ഞാൻ വേണമായിരുന്നു, രഹാനെ പറഞ്ഞു വെക്കുന്നുണ്ട്. 2023 ജൂണിലാണ് ഇന്ത്യയുടെ മുൻ പേസറായ അഗാർക്കറിനെ BCCI മുഖ്യ സെലക്ടറായി നിയമിക്കുന്നത്. വിപ്ലവകരമായ തീരുമാനങ്ങൾ ഏറെ എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ചീഫ് സെലക്ടർ. അതുപോലെ ചില മണ്ടത്തരങ്ങളും. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി 2 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചതും 2020 ഹാർദിക്കിന് പകരം സൂര്യകുമാർ യാദവിനെ പ്രതിഷ്ഠിച്ചതുമടക്കം വമ്പൻ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അഗാർക്കർ. 2024 T20 ലോകകപ്പും 2025 ചാമ്പ്യൻസ് ട്രോഫിയും സെലക്ഷനിൽ അഗാർക്കറിന് വലിയ സ്വീകാര്യതയും നൽകി. ഇതോടെ തലമുറ മാറ്റം പരിക്കുകളില്ലാതെ ധൈര്യത്തോടെ നടത്താൻ അഗാർക്കറിനായി. കോഹ്ലിയും രോഹിത്തും അടക്കമുള്ള താരങ്ങളോട് ഡൊമസ്റ്റിക് കളിക്കാൻ ആവശ്യപ്പെട്ടതും ഡൊമസ്റ്റിക് മത്സരം കളിക്കാൻ കൂട്ടാക്കാതിരുന്ന ഇഷാൻ കിഷനെ കോൺട്രാക്ട് തന്നെ വെട്ടിയതും ധൈര്യപൂർവ്വമുള്ള ഇടപെടലായിരുന്നു. താരാരാധനയ്ക്ക് പകരം കളിമികവാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളും അഗാർക്കർ നേരിടുന്നുണ്ട്. ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോഴും 2020ലും ഗില്ലിനെ നിരന്തരം ചുമക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മികച്ച ഫോമിലുള്ള അവസരം കിട്ടുമ്പോഴെല്ലാം തിളങ്ങുന്ന ഹർഷ്ദീപിനെ വരെ വെട്ടി ഹർഷിത് റാണയെ എപ്പോഴും കളിപ്പിക്കുന്നതിനും ഉത്തരമില്ല. അതൊക്കെ പോട്ടെ, ഈ വിധം ഫോമിൽ കളിച്ചിട്ടും ഷമിക്കും കരുണിനും ഇനിയൊരു അവസരമില്ലെന്ന് തോന്നിക്കും വിധം വെട്ടുന്നത് ന്യായീകരിക്കാനാവില്ല. പറഞ്ഞിട്ടും കാര്യമില്ല. വിരമിക്കൽ മത്സരം പോലുമില്ലാതെ അപ്രത്യക്ഷരായ ഇതിഹാസങ്ങൾ തന്നെ ഏറെയുണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ.